പരിശുദ്ധ പരമദിവ്യകാരുണ്യീശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യീശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യീശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഓ ദിവ്യകാരുണ്യീശോയെ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഈ മധ്യാഹ്നത്തിൽ അവിടുത്തെ സ്നേഹത്തെ അറിയുവാനും അവിടുത്തെ സാന്നിധ്യത്തെക്കുറിച്ച് കൂടുതൽ അടുത്തറിയുവാനും അവിടെ ഞങ്ങളോടുള്ള സ്നേഹത്തെ പ്രതി അങ്ങ് കാണിച്ച ആ വലിയ സഹനത്തെയും ത്യാഗത്തെയും കുറിച്ച് കൂടുതൽ അറിയുവാനും ഞങ്ങൾ ഈ നിമിഷം അങ്ങയുടെ സന്നിധിയിലായിരിക്കുന്നു. ഓ ദിവ്യകാരുണ്യീശോയെ, അവിടുത്തെ സാന്നിധ്യത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ. അവിടുത്തെ കാരുണ്യത്താൽ ഞങ്ങളെ ഓരോരുത്തരെയും നിറയ്ക്കണമേ. അവിടുത്തെ സ്നേഹത്താൽ ഞങ്ങളായിരിക്കുന്ന അവസ്ഥയിൽ ഞങ്ങളെ പൊതിയണമേ. ഈശോയെ, അവിടുത്തെ ഈ വലിയ നിമിഷത്തെ ഓർത്ത് ഞങ്ങൾ വണങ്ങുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു, ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു. അവിടുത്തെ ഞങ്ങളെ പ്രതിയുള്ള കാരുണ്യം വലുതാണ്. ഞങ്ങൾ ആ കാരുണ്യത്തിന് വേണ്ടി ഞങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ നിന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ അത്രമാത്രം സ്നേഹിക്കുന്നുവെന്ന് ഞങ്ങൾ അറിയുന്നു. ഞങ്ങൾ പാപങ്ങൾ ചെയ്താലും ഞങ്ങൾ അകലിൽ നിന്ന് അകന്നു പോയാലും അങ്ങ് ഞങ്ങളിൽ നിന്ന് ഒരിക്കലും വിട്ടുപോകുന്നില്ല ഞങ്ങൾ അറിയുന്നു. എപ്പോഴും ഞങ്ങളെ അങ്ങയോട് ചേർത്ത് പിടിക്കുന്ന ആ വലിയ സ്നേഹമാണ് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. സങ്കീർത്തകൻ ദാവീദിൻ്റെ പ്രാർത്ഥനയോടൊപ്പം തന്നെ ഞങ്ങളുടെ പ്രാർത്ഥനകൾ ഞങ്ങൾ ചേർത്ത് പിടിക്കുന്നു. കർത്താവേ, ചെവി ചായ്ച്ച് എനിക്ക് ഉത്തരമരുളണമേ. ഞാൻ ദരിദ്രനും നിസ്സഹായനുമാണ്. എൻ്റെ ജീവനെ സംരക്ഷിക്കണമേ. ഞാൻ അങ്ങയുടെ ഭക്തനാണ്. അങ്ങയിൽ ആശ്രയിക്കുന്ന ഈ ദാസനെ രക്ഷിക്കണമേ. അങ്ങാണ് എൻ്റെ ദൈവം. കർത്താവെ, എന്നോട് കരുണ കാണിക്കണമേ. ദിവസം മുഴുവനും ഞാൻ അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നു. അങ്ങയുടെ ദാസൻ്റെ ആത്മാവിനെ സന്തോഷിപ്പിക്കണമേ. കർത്താവെ, ഞാൻ അങ്ങയിലേക്ക് എൻ്റെ മനസ്സിനെ ഉയർത്തുന്നു. കർത്താവെ, അങ്ങ് നല്ലവനും ക്ഷമാശീലനുമാണ്. അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നവരോട് അങ്ങ് സമൃദ്ധമായി കൃപ കാണിക്കുന്നു. കർത്താവെ, എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. എൻ്റെ യാചന സ്വയം ശ്രദ്ധിക്കണമേ. അനർത്ഥകാലത്ത് ഞാൻ അങ്ങയെ വിളിക്കുന്നു. അങ്ങെനിക്ക് ഉത്തരമരുളണമേ. കർത്താവെ, അങ്ങയുടെ കാരുണ്യത്തിന് വേണ്ടി ആഗ്രഹിക്കുന്ന ഈ നിമിഷം നമുക്കെല്ലാവർക്കും നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ, നമ്മുടെ കുടുംബങ്ങളിലോ ജോലി സ്ഥലങ്ങളിലോ നമ്മൾ ഏത് സ്ഥലത്താണെങ്കിലും നമുക്ക് ഈ നിമിഷം നമ്മുടെ ജീവിതത്തിൻ്റെ അടഞ്ഞു കിടക്കുന്ന വാതിലുകൾ കർത്താവിൻ്റെ സ്നേഹത്തിനായി നമുക്ക് തുറന്നു കൊടുക്കാം. എൻ്റെ ഹൃദയം അടഞ്ഞു കിടക്കുന്നുണ്ടെങ്കിൽ, എൻ്റെ കണ്ണുകൾ അടഞ്ഞാണ് കിടക്കുന്നെങ്കിൽ, എൻ്റെ ചെവി കർത്താവിനെ ശ്രവിക്കുന്നതിൽ നിന്ന് അകന്നാണിരിക്കുന്നെങ്കിൽ, എൻ്റെ ജീവിതത്തിൻ്റെ കർത്താവിനോട്ട് അടുക്കുവാനായിട്ട് തടസ്സം നിൽക്കുന്ന വഴികളിലെല്ലാം കർത്താവ് ഈ നിമിഷം നമുക്ക് തുറന്നു കൊടുക്കുവാനായിട്ട് നമുക്ക് ശ്രമിക്കാം. ഈശോയുടെ ഹൃദയത്തിൽ നിന്ന് ഒഴുകുന്ന ആ സ്നേഹത്തിൻ്റെ രക്തവും ജലവും നമ്മളെ മുഴുവനായിട്ടും മൂടുവാനായി നമ്മുടെ ഹൃദയങ്ങളെ തുറന്നു കൊടുക്കാം. നമ്മൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന, നമ്മൾ മാറ്റങ്ങൾ ആഗ്രഹിക്കുന്ന നമ്മുടെ ജീവിതത്തിലെ എല്ലാ മേഖലകളെ വിശ്വാസത്തോടെ നമുക്ക് ഈ നിമിഷം കർത്താവേ, കാരുണ്യവാനായ ദൈവമേ, എൻ്റെ ജീവിതത്തിൽ കടന്നു വരണമേ എന്ന് നമുക്ക് പ്രാർത്ഥനയോടെ കർത്താവിനോട് അപേക്ഷിക്കാം. കർത്താവേ, ഞാൻ മാറ്റങ്ങൾ ആഗ്രഹിക്കുന്ന നിരാശയുടെ, വേദനയുടെ, സങ്കടങ്ങളുടെ, ബുദ്ധിമുട്ടുകളുടെ എല്ലാ മേഖലകളെ കർത്താവേ അവിടുത്തെ കാരുണ്യത്തിനായി ഞാൻ തുറക്കുന്നു. വിശ്വാസത്തോടെ ഞാൻ തുറക്കുന്നു. അങ്ങ് എൻ്റെ ജീവിതത്തിൽ ഇടപെടണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞാൻ ബലഹീനയാണ്.
പക്ഷെ അങ്ങ് കടന്നു വരുമ്പോൾ എനിക്ക് മാറ്റാനാവാത്തതായിട്ട് ഒന്നുമില്ല എന്ന് ഞാൻ അറിയുന്നു. എനിക്ക് ചെയ്യാനാവാത്തതായിട്ട് ഒന്നുമില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ വിശ്വാസത്തോടെ നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ തടസ്സങ്ങളിൽ, വേദനകളിൽ, ദുശീലങ്ങളിൽ, തഴക്കദോഷങ്ങളിൽ, കുടുംബത്തിൽ സമാധാനമില്ലാത്ത അവസ്ഥകളിൽ ഈ നിമിഷം കർത്താവിൻ്റെ കാരുണ്യം ചൊരിയട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഭയപ്പാടിൻ്റെ അവസ്ഥയെ, ജീവിതത്തിൽ ഉത്കണ്ഠാകുലരായിട്ടിരിക്കുന്ന അവസ്ഥകളിൽ ഇതാ കർത്താവിൻ്റെ കാരുണ്യം പൂർണ്ണമായിട്ട് വർഷിച്ചുകൊണ്ട് നമ്മളെ സാന്ത്വനമരുളുന്ന ആ സ്നേഹത്തിൻ്റെ അനുഭവത്തിലോട്ട് നമുക്ക് കടന്നു വരാം. നമുക്ക് വേണ്ടി നമ്മളിൽ വസിക്കുവാൻ വേണ്ടി തന്നെ എളിയവനാക്കി ഓസ്തിയുടെ രൂപത്തിൽ നമ്മളിൽ വസിക്കുവാനായിട്ട് കടന്നു വന്ന ഈശോയാണ് ഇപ്പോൾ നമ്മുടെ മുമ്പിലായിരിക്കുന്നത്. ആ ഈശോയെ നോക്കി ഈ സാന്നിധ്യത്തിൻ്റെ അനുഭവത്തിൽ തൊട്ടറിയുവാൻ, ഈ സാന്നിധ്യം എൻ്റെ ജീവിതത്തിൽ വലിയ ഒരു മാറ്റം കൊണ്ടുവരാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയുടെ ശരീരത്തിൻ്റെയും രക്തത്തിൻ്റെയും അനുഭവത്തിലൂടെ കടന്നു വരുവാനായിട്ട് തിരുസഭാ മാതാവ് നമുക്ക് നൽകിയിരിക്കുന്ന ആ വലിയൊരു അവസരമാണ്. നമുക്ക് നമ്മളെ ഒരുക്കുവാനായി, നമുക്ക് നല്ല ഒരുക്കത്തോടെ വിശുദ്ധ പൗലോസ്ലീഹ നമ്മളെ ഓർപ്പെടുന്ന പോലെ നല്ല ഒരുക്കത്തോടെ വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ നമ്മളിൽ ഉണ്ടാകുന്ന മാറ്റത്തെപ്പറ്റി പൗലോസ്ലീഹ നമ്മളെ ഓർപ്പെടുത്തുന്നുണ്ട്. നമുക്ക് ഈ നിമിഷം ഈ ദിവ്യകാരുണ്യ നാഥൻ നമ്മുടെ മുമ്പിലായിരിക്കുമ്പോൾ, നമ്മുടെ മധ്യേ ആയിരിക്കുമ്പോൾ, കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ നമ്മളായിരിക്കുമ്പോൾ നമ്മളോട് ചോദിക്കുന്നത് എന്താണ്? ഞാൻ നിനക്ക് വേണ്ടി അപ്പമായി എന്ന് പറയുന്നു. ഞാൻ നിനക്ക് വേണ്ടി അപ്പമായി. പക്ഷെ നമ്മളോട് ചോദിക്കുന്ന കാര്യം, നമ്മൾ ആ അപ്പം സ്വീകരിക്കുമ്പോൾ, ആ വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ, ഈശോയുടെ തിരുശരീരവും തിരുരക്തവും ഞാൻ സ്വീകരിക്കുമ്പോൾ എന്തുകൊണ്ട് എനിക്ക് ക്രിസ്തുവായി തീരുവാനായിട്ട് സാധിക്കുന്നില്ല? എന്തുകൊണ്ട് വിശുദ്ധ കുർബാന എൻ്റെ ജീവിതത്തിൽ ഒരു അനുഭവമായി മാറുന്നില്ല? ഈ ബോധ്യത്തിലോട്ട് കടന്നു വരുവാനായി നമുക്ക് ശ്രമിക്കാം. കർത്താവിൻ്റെ കരങ്ങളിൽ വിശ്വാസത്തോടെ നമുക്ക് ആ ദിവ്യകാരുണ്യനാഥനിൽ ഉള്ള ആ കർത്താവിൻ്റെ സാന്നിധ്യത്തിൻ്റെ ആ വലിയ ബോധ്യത്തിൽ കടന്നു വരുവാനായിട്ടുള്ള അനുഗ്രഹത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഇത് വെറും ഓസ്തിയോ വെറും വീഞ്ഞോ അല്ല, കർത്താവിൻ്റെ തിരുശരീരവും തിരുരക്തവുമാണ് നമ്മൾ വിശുദ്ധ കുർബാനയെ സ്വീകരിക്കുന്നത്. യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ കർത്താവായ ഈശോ മിശിഹ 2 അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നു. ഒന്നാമതായിട്ട് അപ്പം വർദ്ധിപ്പിക്കുന്നത് നമ്മൾ കാണുന്നു. 6:1 മുതലുള്ള തിരുവചനങ്ങൾ നമ്മൾ കാണുന്നു. 1 മുതൽ 15 വരെ കർത്താവ് അപ്പം വർദ്ധിപ്പിച്ച് ജനങ്ങൾക്ക് നൽകുന്നു. രണ്ടാമത്തെ അത്ഭുതം എന്ന് പറയുന്നത് 6-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ തിരുവചനത്തിൽ വെള്ളത്തിന് മീതെ നടക്കുന്ന ഈശോയെയാണ് നമ്മൾ കാണുന്നത്. അപ്പം വർദ്ധിപ്പിക്കുന്നു, വെള്ളത്തിന് മീതെ നടക്കുന്നു. അതിന് ശേഷമാണ് ഈശോ മിശിഹ ഞാൻ ജീവൻ്റെ അപ്പമാണ് എന്ന് പ്രഖ്യാപിക്കുന്നത്. ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവനുള്ള അപ്പമാണെന്ന് കർത്താവായ ഈശോ ജനങ്ങളോട്, ശിഷ്യന്മാരോട് പ്രഖ്യാപിക്കുകയാണ്. കർത്താവ് പറയുന്നു, എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ടെന്ന് ഈശോ പറയുന്നു. അവസാന ദിവസം ഞാൻ അവനെ ഉയർപ്പിക്കും. എന്തെന്നാൽ എൻ്റെ ശരീരം യഥാർത്ഥ ഭക്ഷണമാണ്, എൻ്റെ രക്തം യഥാർത്ഥ പാനീയമാണ്. എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. സ്നേഹമുള്ളവരെ, ഈശോ വാഗ്ദാനം ചെയ്യുന്ന ഈ വലിയൊരു പ്രഖ്യാപനത്തോട് ആ പ്രഖ്യാപനത്തിൽ വിശ്വസിക്കുവാനായിട്ടുള്ള അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. ആ ദിവ്യകാരുണ്യനാഥനാണ്
നമ്മുടെ മുമ്പിൽ സന്നിധനായിരിക്കുന്നത്. ആ ഈശോയാണ് നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നത്. നമുക്ക് വേണ്ടി നമ്മളിൽ വസിക്കുവാനായി, ഇന്നും നമ്മുടെ കൂടെ ആയിരിക്കുവാനായി പരിശുദ്ധ കുർബാനയായി തീർന്ന ആ വലിയ സ്നേഹത്തെയാണ് നമ്മൾ ധ്യാനിക്കുന്നത്. നമ്മളെ ഉപേക്ഷിച്ചിട്ടില്ല, നമ്മളെ വിട്ട് കളഞ്ഞിട്ടില്ല, നമ്മളെ ഒറ്റയ്ക്കാക്കിയിട്ടില്ല. നമ്മുടെ കൂടെ വസിക്കുവാനായി ദൈവം ഇന്നും ആഗ്രഹിക്കുന്നത് പരിശുദ്ധ കുർബാന എന്ന കൂദാശയിലൂടെയാണ്. ഈശോയുടെ പൂർണ്ണ സാന്നിധ്യം, ഈശോയുടെ ശരീരവും രക്തവും നമ്മൾ നമ്മുടെ നാവിലൂടെ സ്വീകരിക്കുന്ന ആ വിശുദ്ധ നിമിഷമാണ്. നമുക്ക് ഈ ബോധ്യത്തിലോട്ട് കടന്നു വരാം. നമുക്ക് ഈ തിരിച്ചറിവിലോട്ട് കടന്നു വരുവാൻ നല്ല യോഗ്യതയോടെ, നല്ല കുമ്പസാരം നടത്തി, പാപങ്ങളെല്ലാം ഓർത്ത് ആത്മാർത്ഥമായ പശ്ചാത്താപത്തോടെ പാപങ്ങൾ ഏറ്റുപറയുകയും വീണ്ടും അത് ചെയ്യില്ല എന്ന് പ്രതിജ്ഞ എടുത്ത് പുതിയൊരു ജീവിതത്തിലോട്ട് കടക്കുമ്പോൾ ഞാൻ ഈശോയെ എൻ്റെ ജീവിതത്തിൽ അനുഭവപ്പെടുവാനായിട്ട് എനിക്ക് സാധിക്കും. ഓ ദിവ്യകാരുണ്യനാഥ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഈ ധ്യാനത്തിൽ അങ്ങയുടെ സാന്നിധ്യത്തിലിരിക്കുവാനും അങ്ങയുടെ കാരുണ്യത്തിൻ്റെ നിറവിലൂടെ കടന്നു പോകുവാനും അങ്ങയുടെ സ്നേഹാനുഭവത്തിൻ്റെ കൃപ ഞങ്ങളിൽ വന്ന് നിറഞ്ഞ നിമിഷത്തിലായിരിക്കുവാനും ഞങ്ങളെ കനിഞ്ഞതിനെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. നമുക്ക് നമ്മുടെ നിയോഗങ്ങൾ, പ്രാർത്ഥനകൾ, നമ്മുടെ ആവശ്യങ്ങളും സങ്കടങ്ങളും, നമ്മുടെ വേദനകളും നിരാശകളും, നമ്മുടെ ബുദ്ധിമുട്ടുകളും ഇല്ലായ്മയും കർത്താവിൻ്റെ കരങ്ങളിൽ വിശ്വാസത്തോടെ സമർപ്പിക്കാം. നമ്മൾ പറഞ്ഞതുപോലെ നമ്മൾ മാറ്റങ്ങൾ ആഗ്രഹിക്കുന്ന നമ്മുടെ ജീവിതത്തിലെ എല്ലാ മേഖലകളെയും വിശ്വാസത്തോടെ ഈ നിമിഷം കാരുണ്യവാനായ നാഥൻ്റെ തിരുമുൻപിൽ സമർപ്പിക്കാം. ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദത്തിനായി നമുക്കൊരുങ്ങുകയും ഈ ആശീർവാദം സ്വീകരിക്കുകയും ചെയ്യാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. എന്നുമെന്നും അങ്ങേക്കാരാധന.